കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി എന്ന് വായിച്ചാൽ കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. നല്ല വാക്യത്തിനായി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവേ, പരിശുദ്ധ ദൈവമേ, വായിച്ച നല്ല തിരുവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവേ, തിരുവചനത്തിലൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ജനത്തെ പന്തിവന്തിയായി ഇരുത്തി ആമേൻ തികവോടെ തൃപ്തിയോടെ ജനത്തെ മടക്കി അയച്ച് ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രി ദൈവവചനത്താൽ തൃപ്തരാകുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ നൽകുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. ധന്യനായ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവിന്റെ അഭിഷിക്തൻ കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിനെ എന്ത് ചെയ്യണം? സേവിപ്പാനിടയായി തീരണം. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, നാം സേവിക്കുന്ന ദൈവം ആരാണ്? ആമേൻ. പരമാർത്ഥരായി നാം നമ്മുടെ കർത്താവിനെ സേവിച്ചാൽ ആമേൻ ന്യായമായ അവകാശങ്ങളെ, ന്യായമായ പ്രതിഫലങ്ങളെ തരാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമെന്ന് ഇന്ന് രാത്രിയിലും അന്തരാത്മാവിൽ ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാനിടയായി തീരട്ടെ. ഈ ഭൂമിയുടെ പരപ്പിൽ ആമേൻ അർഹമായത് തരാതെ, ആമേൻ അവകാശങ്ങൾ തരാതെ, ആമേൻ ശത്രു നമ്മളെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആമേൻ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന, പരമാർത്ഥതയോടെ ദൈവമുഖം അന്വേഷിക്കുന്ന, തന്റെ ജനത്തിന് ന്യായമായത് തരുന്ന ഒരു നല്ല കർത്താവിനായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ഒരിക്കലൂടെ നമ്മുടെ ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ അഭിഷിക്തനായ പൗലോസ്, ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ആമേൻ. ഈ ലേഖനം എഴുതുന്ന ധന്യനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി ആമേൻ അതിന്റെ 9-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ ആമേൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിനെ സർവശക്തനായ ദൈവം സന്ദർശിക്കുകയാണ്. നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം ആമേൻ തന്റെ മേലടിക്കുമ്പോൾ ആമേൻ താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനമൃഗത്തിന് മീതെ നിന്ന് പൗലോസ് താഴേക്ക് വീഴുകയാണ്. ആമേൻ താഴെ വീണ പൗലോസിനോട് ദൈവം ചോദിക്കുകയാണ്, ആമേൻ പൗലോസേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? സ്തോത്രം. നോക്കിക്കേ, ആ വീഴ്ചയിൽ ദൈവത്തിന്റെ സന്ദർശനം പൗലോസിനുണ്ടാകുകയാണ്. ആമേൻ. പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ, ദൈവസഭയെ ഇല്ലാതാക്കി കളയാൻ അവൻ അധികാരപത്രവുമായി കടന്നു വരുന്ന പൗലോസിനെ സ്വർഗസ്ഥനായ ദൈവം സന്ദർശിക്കുമ്പോൾ അവൻ ഒരു അധികാരപത്രം കൊണ്ട് ദൈവസഭയെ മുടിക്കാൻ കടന്നു വന്ന പൗലോസിനെ എന്റെ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവസഭയെ മുടിക്കാൻ വന്നത്, ദൈവസഭയെ പണിയേണ്ടതിന്, ദൈവസഭയുടെ വിടുതലിന് വേണ്ടി അവൻ 14 ലേഖനങ്ങളെ എഴുതാൻ തന്റെ അഭിഷേകത്തിന് ദൈവം ബലപ്പെടുത്തിയെന്ന് അവൻ ചേർന്ന് സ്തോത്രം പറയാമോ? അവൻ ഒരു അധികാരപത്രം കൊണ്ട്, ഒരു ലേഖനം കൊണ്ട് സഭയെ തകർക്കാൻ വന്നവനെ സഭയെ പണിയാൻ വേണ്ടി അവൻ കരുത്തുറ്റ 14 ലേഖനങ്ങൾ സർവശക്തനായ ദൈവം എഴുതിച്ച ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ആരൊക്കെ ദൈവസഭ ഇല്ലാതാക്കാൻ, ആരൊക്കെ ആത്മപ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ, ആരൊക്കെ അവൻ ദൈവിക ഇടപെടലുകളെ നൃത്തം ചെയ്യുക ഇറങ്ങി തിരിച്ചോ അവരെയൊക്കെ സന്ദർശിക്കാൻ കഴിയുന്ന, അവരെയൊക്കെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന, അവരെ കൊണ്ട് ദൈവിക പദ്ധതികളെ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. കർത്താവിന് നന്ദിയോടെ സ്വന്തം ചെയ്യുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്.
ഇതിനെ തകർക്കുമെന്ന്, ഇല്ലാതാക്കുമെന്ന് അണിയറക്കകത്താരത്തിട്ടാലും നമ്മുടെ ദൈവം പണിയുന്ന ദൈവമാ. അവൻ സഭാ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ്. സുദീർഘമായ 10ാമത്തെ ദിനമാണ് ഉപവാസവും പ്രാർത്ഥനയും. നാം എന്തിനാ ദൈവത്തിന്റെ ജനമേ ഉപവസിക്കുന്നത്? നാം പ്രാർത്ഥിക്കുന്ന വിഷയം ഒന്നാണ്, ദൈവസഭ പണിയപ്പെടുക, സഭവേശത്ത് അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാലോചന പറയുകയാണ്, അവൻ ദേശത്ത് സഭ ഉയരത്തില്ലെന്ന്, ദേശത്ത് സഭ അടിസ്ഥാനപ്പെടത്തില്ലെന്ന്, ദേശത്ത് സഭ അവൻ പച്ച പിടിക്കത്തില്ലെന്ന്, അവൻ അണിയറക്കകത്ത് ശത്രു മെനയുന്ന അവന്റെ സകല പദ്ധതികളെയും എന്റെ ദൈവം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സാധാരണ വളർച്ച ഈ 2026 നാം ആരാധിക്കുന്ന നമ്മുടെ സഭയ്ക്കകത്ത് സർവശക്തനായ ദൈവം വെളിപ്പെടുത്തുന്ന ആത്മാവിൽ ഉറപ്പുള്ള ദൈവമക്കളെ, അവൻ സന്തോഷത്തോടെ ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്നൊരിക്കലൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മനോഹരമായ ലേഖനമാണ് കുരിശിൽ എഴുതിയ ലേഖനം. അവൻ ഞാൻ അല്പകൽപ്പ നിമിഷങ്ങൾ ആ തിരുവചന ഭാഗം ഒന്ന് വായിക്കുമ്പോൾ അവൻ അതിന്റെ 1ാമത്തെ അധ്യായത്തിൽ അവൻ തന്റെ വിശുദ്ധനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നല്ലതാമൻ പറഞ്ഞില്ല? ഹല്ലേലൂയ. കൊലോസ്യയിലെ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുക, അവൻ ഉന്നതനായ ഉലകത്തെ വെച്ച മഹത്വപൂർണനായ ക്രിസ്തു അവൻ നമ്മിലിരിക്കലാണ്. നോക്കിയിട്ട് ഇന്നലകളിൽ അവൻ ആലയങ്ങളിൽ അധിവസിച്ച പണിയപ്പെട്ട സമാഗമന കൂടാരങ്ങളിൽ മാത്രം അവൻ അധിവസിച്ച സർവശക്തനായ ദൈവം അവൻ ആലയത്തിനകത്തല്ല, അവൻ പണിയപ്പെട്ട കൂടാരത്തിനകത്തല്ല, മറിച്ച് അവൻ നമ്മുടെ അകത്ത് യേശു വസിക്കുന്നെന്ന് പറഞ്ഞാൽ യേശു നമ്മിലിരിക്കുന്നു എന്ന് അവൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ദൈവജനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുക. അവൻ യേശുവിന്റെ ദൈവമാണെന്ന്, യേശുവിന്റെ കർത്താവാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം അവൻ ആ ദൈവം എന്റെ അകത്ത് താമസിക്കാൻ എന്റെ കൂടെ പാർക്കാൻ വരികയാണ്. കൊലോസ്യയിലെ വിശ്വാസികളെ പൗലോസ് ഉറപ്പിക്കുക, ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല, ആർക്കും നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ അകത്ത് യേശു വസിക്കുക. എത്ര ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കളാണ് നമ്മൾ. കർത്താവ് നമ്മുടെ അകത്ത് പാർക്കുകയാണ്. ഇന്നലെ അവൻ കൂടാരത്തിനകത്ത് പ്രാർത്ഥിപ്പാൻ വന്നവർ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധി കേട്ടപ്പോൾ മനസ്സിൽ ഒത്തിരി ഭാരം തോന്നി. അവര് ഒരു പാരമ്പര്യമായ ക്രിസ്തീയ അനുഭവത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എന്നാൽ വലിയ അസമാധാനത്തിലാണ് ആ കുടുംബം കടന്നു പോകുന്നത്. നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന നിലകളിലാണ് അവരിൽ പൈശാചികമായ വെല്ലുവിളികൾ, വലിയ അനർത്ഥങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അവർ നേരിടുകയാണ്. കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. വലിയ ഭാരത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളെ ആസ്പദമാക്കി രക്ഷയുടെ മഹാത്മ്യത അവരോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ക്രിസ്തു നമ്മുടെ അകത്ത് വന്നാൽ ആമേൻ നമ്മുടെ അസ്വസ്ഥതകൾ മാറും. യേശു നമ്മുടെ അകത്ത് വന്നാൽ ആമേൻ നാം അനുഭവിക്കുന്ന ഈ പൈശാചികമായ ഭയത്തിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ടാകുമെന്ന് പറഞ്ഞവരെ ബലപ്പെടുത്താനിടയായി. ഇന്ന് വൈകിട്ട് കർത്തുദാസൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആമേൻ ഇതുവരെ കുഴപ്പങ്ങളില്ല, ക്ഷേമമായിരിക്കുന്നത് കേൾപ്പാനിടയായി. ദൈവമക്കൾ ആ പ്രിയപ്പെട്ടവരെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ നാം അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ കാരണമെന്ന, നമുക്ക് ഇത്ര ധൈര്യത്തിന്റെ കാരണമെന്ന മറ്റൊന്നുമല്ല, യേശു നമ്മുടെ അകത്ത് വസിക്കുകയാണ്. സർവശക്തനായ യേശു നമ്മുടെ അകത്ത് വസിക്കുകയാണ്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ തലമുറകൾ അവരുടെ ബാല്യം മുതൽ കർത്താവിനെ സേവിക്കുകയാണ്. കർത്താവ് നമ്മുടെ തലമുറകളിൽ ഇരിക്കുകയാണ്. അവൻ നമ്മുടെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരിൽ കർത്താവ് ആമേൻ ആമേൻ ദൈവങ്ങളുടെ കൂടെ ഇരിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തോട് പറയുകയാണ്, ആമേൻ മറ്റാരും നമ്മുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ യേശു നമ്മുടെ കൂടെ ഇരിക്കുന്ന നാം കടന്നു പോകുന്ന ഏത് പട്ടണത്തിനകത്ത് ഏത് ദേശത്തിനകത്ത് ആമേൻ നമ്മെ തകർത്തു കളയേണ്ടതിന്റെ വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോൾ അവിടെയൊക്കെ ജവാളിയായി നാം നിൽക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, യേശു നമ്മുടെ അകത്തിരിക്കുക. ഇന്നലകളിൽ അനേക പരാജയങ്ങൾ കകത്തുകൂടെ, ഇന്നലകളിൽ ഒത്തിരി തകർച്ചകൾ കകത്തുകൂടെ കടന്നുപോയവരാണ് നാമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് പറയുകയാണ്, കുഞ്ഞെ തനിച്ചല്ല നീ ജയാളിയായി മാറേണ്ടതില്ല. യേശു നിന്റെ കൂടെ ഇരിക്കുക, യേശു നിന്റെ കൂടെ ഇരിക്കുക. വിമാനങ്ങളിലായിരിക്കുന്ന നിന്റെ തലമുറയെ കുറിച്ച് നിന്റെ അകത്ത് ഭാരമുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, അവൻ നിന്റെ തലമുറ ഭരിച്ചല്ല, നിന്റെ തലമുറയുടെ കൂടെ ജീവിക്കുന്ന കർത്താവിരിക്കയാ. ചെറുതൊരിക്കലോട് നമ്മുടെ കർത്താവിന് നന്ദി പറയല്ലേ. അതിന്റെ 2-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ഇതിനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ വേരൂന്നേണം. അവൻ ഓരോ അധ്യായങ്ങളും ചിന്തനീയമാണ്. അടുത്ത അധ്യായം പറയുകയാണ്, നീ വേരൂന്നേണ്ടത് ക്രിസ്തുവിലാണ്. ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് വേരൂന്നാൻ ഒരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൽ മാത്രമായിരിക്കട്ടെ. ഈ ലോകത്തിൽ വേരൂന്നിയവർ പരാജയപ്പെട്ടു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പാപത്തിൽ വേരൂന്നിയവർ തകർന്നു പോയത് നമ്മുടെ കണ്ണുകളിൽ നാം കാണുന്നുണ്ട്. ആമേൻ ഭൗതിക മേഖലകളിൽ ആമേൻ വേരൂന്നുന്നവരുണ്ട്. ആമേൻ ലോകത്തിലും ഭൗതികത്തിലും പാപത്തിലും ഒക്കെ വേരൂന്നി തകരുന്ന ഒരു കൂട്ടത്തിന് നടുവിൽ പൗലോസിന് പറയാനുള്ളത്, ഒരു ഭക്തന്റെ വേര് അത് ക്രിസ്തുവിലായിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനിടയാകണം. എന്റെ വേര് ക്രിസ്തുവിലാണോ? ഞാൻ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരാണോ? ഇല്ലെങ്കിൽ അവൻ കർത്താവിലൊന്ന് വേരുന്നുക, കർത്താവിലൊന്ന് അടിസ്ഥാനപ്പെടുക. പരിശുദ്ധനായ ദൈവം ഇന്ന് രാത്രി നമ്മോട് ആലോചന പറയുകയാണ്, കർത്താവിൽ വേരൂന്നിയ ദൈവസഭയെ, കർത്താവിൽ വേരൂന്നിയ ദൈവവൈദ്യരെ നിന്നെ ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല. ദൈവവചനത്തിനകത്ത് നാം വായിക്കുന്നില്ലേ, അവയെ പാറമേൽ കുഴിച്ച ആഴത്തിൽ പണിത വീണ, കാറ്റടിച്ചിട്ട് വീട് പോയില്ല, വെള്ളം പൊന്തിയിട്ട് ആ വീട് പോയില്ല. കാരണം അത് പാറമേൽ പണിത വീടായിരുന്നെങ്കിൽ ക്രിസ്തു എന്ന പാറമേ അവൻ വേരൂന്നിയ ദൈവവൈദ്യരെ എത്ര വെള്ളം പൊങ്ങട്ടെ, എത്ര കാറ്റടിക്കട്ടെ, നാം വീട് പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭ മാസവും പരിശുദ്ധാത്മാവ് പറയുക, നാം ഒന്ന് വീട് കാണാൻ ആഗ്രഹിക്കുന്ന പൈശാചിക മേഖലകളുടെ നടുവിൽ ഒരു വാഗ്ദത്തം പോലെ ദൈവാത്മാവ് പറയുക, കർത്താവിൽ വേറൊന്നിട്ട്, കർത്താവിൽ നിലനിൽക്കട്ടെ, കർത്താവിൽ അടിസ്ഥാനപ്പെടട്ടെ. അവന്റെ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര അനുഗ്രഹീതമായ പൗലോസിന്റെ ഇടപെടലുകളാണ്. അവൻ അടുത്തത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട്, അവൻ ക്രിസ്തുവിൽ വേറൊന്നി, അവൻ സ്തോത്രം ക്രിസ്തുവിനെ അകത്ത് വസിക്കുന്ന ദൈവമേ, അവൻ നിനക്ക് അവകാശമെന്ന പ്രതിഫലം തന്ന മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, അത് ക്രിസ്തുവിനെ അകത്ത് വഹിച്ച, അത് ക്രിസ്തുവിൽ വേരൂന്നി, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ദൈവവൈതലാണോ നീ? നിനക്കൊരു അവകാശം ദൈവം തരും. അവകാശമെന്ന പ്രതിഫലം തന്ന അവൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. കരമുയർത്തി ഒരിക്കലൂടെ നമ്മുടെ കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. അവകാശവും പ്രതിഫലവും തരുന്ന ഒരു ദൈവം. ഞാൻ തിരുവചന ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഈ കർത്താവ് തരുമ്പം ദൈവം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് തരുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ ഒരു കൺവെൻഷൻ സ്ഥലത്ത് പോയപ്പോൾ അവിടെ മനോഹരമായി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വില കൂടിയ ചെയറുകൾ, വില കൂടിയ മനോഹരമായ ടെന്റ്, ഏറ്റവും കൂടിയ സിസ്റ്റങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പം എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഒരാളോട് ചോദിച്ചു, ഇതിന്റെ ക്രമീകരണം ആരാണ് ചെയ്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ധനാട്ടിലായ മനുഷ്യനാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അദ്ദേഹം ചെയ്യുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ലോകത്തിലെ ധനാട്യനായ ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവിധലിൽ നാം സേവിക്കുന്ന ദൈവമാരാണ്. ഈ ഉലകം ചമച്ച ഉന്നതനായ നമ്മുടെ കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡില കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വതം പറഞ്ഞേ, നമ്മൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പട്ടണത്തിന് നടുവിൽ ദൈവഹിതപ്രകാരമുള്ള ഉന്നതമായ ക്രമീകരണങ്ങൾ നമുക്കുണ്ടാകണം. അങ്ങനെ ഒരാളെന്നോട് പറഞ്ഞു, ടൗണിനകത്ത് സ്ഥലം മേടിക്കാൻ ഒത്തിരി കാശാകും. അവൻ ടൗണിനകത്ത് അവൻ ഒരു സെറ്റപ്പ് വരണമെങ്കിൽ വലിയ അവൻ മുതൽ മുടക്കുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം നല്ല രാമേ പറഞ്ഞേ, അവൻ ഉന്നതനായ ദൈവമാ. കർത്താവ് ചെയ്യുമ്പോഴെപ്പോഴും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനകത്താ ചെയ്യുന്നെങ്കിൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആമേൻ 10ാം രാത്രി ആത്മനിയോഗത്തോടെ പറയട്ടെ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പട്ടണത്തിന് നടുവിൽ ദൈവസഭയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ നന്ദിവര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ നിനക്കൊന്നും കാണത്തില്ല. നിന്റെ രക്തവന്റെ കാലിയായിരിക്കാം, പക്ഷെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, അവൻ നിന്റെ കൂടാരത്തിന് വേണ്ടി, അവൻ ശൂന്യമായ നിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചല്ല എന്റെ ദൈവം ചെയ്യുന്നത്. നീ സേവിക്കുന്ന ദൈവം അവന്റെ നിലവാരത്തിലെത്തമെന്ന ഏറ്റവും ശ്രദ്ധകരമായി ചെയ്യുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം. തന്റെ ധനത്തിന്റെ മഹത്വത്തിലൊത്തമെന്ന് നമ്മുടെ പോരായ്മകളെ പരിഹരിക്കാൻ കഴിയുന്നവര് ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞെ ഇന്നത്തെ നിന്റെ ശൂന്യതകൾ കണ്ട് നീ ഭാരപ്പെടേണ്ട. നീ സേവിക്കുന്ന ദൈവം അവൻ സമ്പന്നനായ ദൈവ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, അവൻ നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ നാളുകൾക്ക് വേണ്ടി, നിന്റെ അകത്താശങ്കയുണ്ടെങ്കിൽ ആത്മാവ് പറയുക, ഏറ്റവും ശ്രേഷ്ഠകരമായത്, ഏറ്റവും മാന്യമായത് എന്റെ ദൈവം കഴിയുന്ന ദൈവമാണെന്ന് അന്തരാത്മാവ് ഓർപ്പുണ്ടെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ നമ്മുടെ കർത്താവിന് എനിക്ക് കൂടെ നന്ദി പറയട്ടെ. അവിടെ പറയുകയാണ്, അവൻ 3:24 അവകാശവും പ്രതിഫലവും. രണ്ടാണ്, അവകാശമുണ്ട്, പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ എലിസബത്ത് സിസ്റ്റർ വീട്ടിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, മക്കൾ എന്നേക്ക് വീട്ടിൽ വസിക്കുന്നു. സ്തോത്രം. നമ്മൾ ആരാണ്? നാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ എന്ന് പറഞ്ഞേ, പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് തന്നിരിക്കുന്നു. നാം മക്കളെങ്കിൽ അവകാശികളാണ്. സ്വതം. എന്റെ അപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പന്റെ സ്വത്തിന് ഞാൻ ആരാണ്? അവകാശിയാണ്. കാരണം അപ്പന്റെ ഭവനത്തിൽ ജനിക്കപ്പെട്ടത് കൊണ്ട്, അപ്പനിൽ ജനിക്കപ്പെട്ടത് കൊണ്ട് അപ്പനുള്ളത് എനിക്കും കൂടെയുള്ള അവകാശമാണ്. മനസ്സിലായ ദൈവമക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ദൈവമേ, കർത്താവിനുള്ളതെല്ലാം നിനക്കൂടെ ഉള്ളതാണ്. സ്തോത്രം. ദൈവഗ്രഹത്തിൽ ജനിക്കപ്പെട്ടതാണോ ആമേൻ കർത്താവിനുള്ളതെല്ലാം ആമേൻ നമുക്കുള്ളതാണ്. നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അവകാശവും പ്രതിഫലവും ആമേൻ രണ്ടാണ്. ഒന്ന് വേഗത്തിൽ ഒരു വാക്യം വായിച്ച് നമുക്കൊന്ന് മുന്നോട്ട് വരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വേഗം ആമേൻ ഒന്ന് ഓടി വന്നാട്ടെ. സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അത് മനസ്സിലാകണമെങ്കിൽ അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ അവസാന വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ആ ഭാഗം നമുക്കൊന്ന് വ്യക്തമാക്കി കിട്ടുന്നതാണ്. ഒന്ന് വായിച്ചേ.
ഞാൻ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചത് എന്നോട് കൂടെ വന്ന ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളാണ് വായിക്കുന്നത്. സ്തോത്രം. അവിടെ ഇങ്ങനെ ഒരു പദമാണ് വാക്യം, ഞാൻ ഉദ്ദേശിച്ച വാക്യം ഇങ്ങനെയാണ്. ആമേൻ. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് വന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ, ആമേൻ, 5, 4, 9 രാജാക്കന്മാരെ ആമേൻ അബ്രഹാം ജയിച്ചു വരികയാണ്. ലോത്തിനെ പിടിച്ചുകൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ലോത്തിനെ തകർത്ത ഈ 9 രാജാക്കന്മാർ ജയം പ്രാപിച്ചു നിൽക്കുമ്പോൾ അബ്രഹാം തന്റെ വീട്ടിലെ അഭ്യാസികളുമായി പോയി രാജാക്കന്മാരെ തോൽപ്പിച്ച് ഈ നന്മയുമായി മടങ്ങി വരുമ്പോൾ തോറ്റ കൂട്ടത്തിലൊരു രാജാവ് ചോദിക്കുകയാണ്, ഈ നന്മകൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ എന്നെ സമ്പന്നനാക്കിയെന്നോ നീ പറയാതിരിക്കാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പിന്റെ വാറാകട്ടെ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തു. ഭക്തനായ അബ്രഹാം പറയുകയാണ്, നീ എന്നെ വർദ്ധിപ്പിച്ചെന്ന് വലുതാക്കിയെന്ന് പറയാൻ നിന്റേതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ല ആ സ്തോത്രം വിട്ടുകൊടുക്കുന്ന ഭക്തനായ അബ്രഹാം തന്റെ കൂടാരത്തിനകത്തിരിക്കുമ്പോൾ തേജോമയനായ ദൈവം ഇറങ്ങി വന്നിട്ട് പറയും, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ദൈവനാമ നിമിത്ത ആമേൻ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിമിത്ത ആമേൻ സകലതും ചവറന്നെണ്ണിയിട്ട് ദൈവമുഖത്തേക്ക് നോക്കുന്നവന്റെ പ്രതിഫലമാണ് ദൈവമെന്ന് പറഞ്ഞ് തേജോമയനായ ദൈവം ആമേൻ അബ്രഹാമിന്റെ മുമ്പിൽ ഇറങ്ങി വരികയാണ്. ആമേൻ, നോക്കിക്കേ, ഒരുമിച്ച് കൂടെ ഇറങ്ങിയ ലോത്ത് നന്മ കണ്ടപ്പോൾ നീരോട്ടമുള്ള ദേശം തേടിപ്പോയപ്പോൾ ആമേൻ ഭക്തൻ ദൈവമുഖം മാത്രം നോക്കി നിന്നവരോട് പറയുക, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഇന്ന് രാത്രിയിൽ താഴ്മയോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആരും നമ്മുടെ കൂടെ വേണ്ടെന്ന് ആ പുസ്തകത്തിൽ ലോകത്തിൽ ആരും നമ്മളെ സഹായിച്ചത് കൊണ്ട് നമ്മളെ സമ്പന്നനായെന്ന് പറയുന്നെന്ന് ആമേൻ. അവരെ സഹായിച്ചത് കൊണ്ട് എന്റെ കുഞ്ഞിന്റെ കാര്യം നടന്നു, അവരെ സഹായിച്ചത് കൊണ്ട് എന്റെ എന്നും ദൈവം ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അവൻ എന്നെ സഹായിക്കാൻ കഴിയുന്ന അവൻ എനിക്ക് പ്രതിഫലമായ എന്റെ എല്ലാമായ ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് അവയെ പരമാർത്ഥമായി വിശ്വസിക്കുന്ന മക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തിന് നന്ദി പറ. ആരുടെയും പേരൊപ്പിലല്ല, അവൻ അവന്റെ മകനായത് കൊണ്ട്, ഞാൻ അവന്റെ തലമുറയായത് കൊണ്ട്, അവനെന്റെ സമ്പത്താണ്, അവനെന്റെ പ്രതിഫലമാണ്, അവനെന്റെ അതിമഹത്തായ പ്രതിഫലം. എത്ര മനോഹരമായ വാക്യമാണ്. ഭക്തൻ പറയുക, എന്റെ ദൈവം എന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. കർത്താവിൽ അഭയപ്പെടുന്നവന്റെ പ്രതിഫലമായി സർവശക്തനായ ദൈവം ഇറങ്ങി വരികയാണ്. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, നീ എന്റെ പരിചയമാണ്, പലകയാണ്, അതിമഹത്തായ പ്രതിഫലമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു അനന്തരാവകാശിയില്ല, എന്റെ കൂടാരത്തിൽ എനിക്കൊരു വിടുതലില്ലല്ലോ എന്ന് അവൻ സങ്കടപ്പെടുന്നവരോട് തമ്പുരാൻ പറയുക, പരമാർത്ഥമായി എന്റെ ശബ്ദം കേട്ടിറങ്ങിത്തിരിച്ച എന്റെ വഴികളിൽ നടക്കുന്ന ഭക്തനായ അബ്രഹാമേ, സ്തോത്രം, ഞാൻ നിന്റെ പ്രതിഫലം മാത്രമല്ല, ഞാൻ നിനക്ക് ഒരു സന്തതിയെ കൂടെ തന്നനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് തമ്പുരാൻ തെളിയിച്ച് അവൻ സുദീർഘമായ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു തലമുറയെ അബ്രഹാമിന് കൈമാറുകയാണ്. അവിടെ ചിന്തിക്കുകയാണ്, ദൈവം അബ്രഹാമിന് തലമുറയെ കൊടുത്തു. അബ്രഹാം സന്തോഷവാനാണ്. ഈ തലമുറയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തു, യാഗം കഴിക്കാൻ അബ്രഹാമിനോട് പറയുകയാണ്. ആമേൻ. ദൈവം കൊടുത്ത അനുഗ്രഹീതമായ പ്രതിഫലവുമായി യാഗപീഠത്തിലേക്ക് അബ്രഹാം അടുത്ത് ചെല്ലുന്ന സങ്കടകരമായ ഒത്തിരി കാര്യങ്ങൾ അവിടെ വേറിപ്പാറുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് വേഗത്തിൽ പോകട്ടെ. യാഗപീഠത്തിൽ കിടത്തുന്നതിന് മുമ്പ് വരെ ദൈവം കൊടുത്ത മറുപടിയാണ്, പ്രതിഫലമാണ് അബ്രഹാമിന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഇസഹാക്ക്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിന് ഇസഹാക്കിനെ അബ്രഹാം യാഗപീഠത്തിലേക്ക് കൈമാറുകയാണ്. യാഗപീഠത്തിൽ കിടത്തി, യാഗപീഠത്തിൽ ഒരു വസ്തുവിനെ കിടത്തിയാൽ പിന്നെ അത് ആരുടെയാണ്? ഇതിനെയല്ലേ? അതെ,
നമ്മുടെ തലമുറയെ നമ്മൾ കർത്താവിന് കൊടുത്താൽ അത് കർത്താവിന്റെയാണോ നമ്മളെയാണോ? ദൈവത്തിന്റെയാണ്. യാഗപീഠത്തിൽ കൊടുത്തു ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ വകയുടെ മേൽ കൈവയ്ക്കാൻ വേണ്ടി അബ്രഹാം കരമുയർത്തുമ്പോൾ, അവൻ ആയുധം ഉയർത്തുമ്പോൾ അതിനിടയിൽ ദൈവം വന്നിട്ട് പറയുക, ബാലന്റെ മേളിൽ എന്ത് ചെയ്യരുത്? കൈവയ്ക്കരുത്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയരെ, അവൻ നിന്റെ തലമുറയെ ദൈവത്തിന് കൊടുത്താൽ, നിന്നെ ഒരു യാഗമായി ദൈവത്തിന് കൊടുത്താൽ, പിന്നെ നിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വർഗസ്ഥനായ ദൈവത്തിനുള്ളതാ. നീ അപ്പന്റെ മകനാണോ? അവൻ ദൈവത്തിൻ്റെതായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതാണോ? നിന്റെ മേൽ ആയുധം വെക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുക. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെക്കാളും പ്രയാസം ആർക്കായിരിക്കും? ദൈവത്തിന്. കാരണം അത് ആരുടെ കുഞ്ഞാ? ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവകരങ്ങളിൽ കൈമാറിയതാണ് നിന്റെ കുടുംബമെങ്കിൽ, നിന്റെ തലമുറയെങ്കിൽ, നിന്റെ ഭാവിയെങ്കിൽ, ഇതെല്ലാം നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതിന്റെ സംരക്ഷകൻ സ്വർഗസ്ഥനായ ദൈവമാണ്. ഒത്തിരി കാര്യങ്ങൾ ആ തിരുവചന ഭാഗത്തിനകത്ത് ചിന്തിപ്പാനുണ്ടെങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം അക്കുറിവാക്കി ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം വാക്യം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. നമ്മുടെ കണ്ണുകൾ കർത്താവിന്റെ സന്നിധിയിൽ അടയ്ക്കാം.